നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃപ്രയാറിൽ VB മാളിന് സമീപം കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. വലപ്പാട് കോതക്കുളം ബീച്ച് സ്വദേശി കാരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ 18 വയസ്സുള്ള ആശീർവാദ്, വലപ്പാട് മാലാഖ വളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ 18 വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരിച്ചത്. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിക്ഷേപകന്റെ ഒറ്റയാൾ പ്രതിഷേധം. മാപ്രാണം സ്വദേശി ജോഷിയാണ് നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മേൽവസ്ത്രമൂരി പ്രതിഷേധിച്ചത്. നിറമാല നിറവിൽ തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന നിറമാല ഉത്സവത്തിന് ആയിരങ്ങളെത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഭരണഘടനയെ ദുർബലപ്പെടുത്തി RSSന് രാജ്യത്ത് സർവാധിപത്യം നേടിയെടുക്കാനുള്ള അജണ്ടകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വഖഫ് നിയമ ഭേദഗതി, പൌരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങളുടെ ഭാഗമാണെന്നും നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി. NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് മൂലം മുളങ്ങുന്നത്തുകാവ് മേഖലയിൽ കർഷകർക്ക് ദുരിതം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പന്നിശല്യം തടയാൻ നടപടിയുണ്ടായില്ലെന്ന് കർഷകർ. തൃശൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പുലിക്കളി മത്സരത്തിൽ വിയൂർ യുവജന സംഘം 1ാം സ്ഥാനം കരസ്ഥമാക്കി. കാനാട്ടുകര ദേശത്തിനാണ് 2ാം സ്ഥാനം. പൂങ്കുന്നം സീതാറാമിൽ ദേശമാണ് 3ാം സ്ഥാനത്ത്. പുലിക്കൊട്ട്, പുലിവേഷം എന്നിവയിലും വിയൂർ യുവജന സംഘമാണ് 1ാമത്. പ്രളയ ദുരിതത്തിലായ വയനാട്ടിലെ ജനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചിച്ചുവെന്നാരോപിച്ച് മുണ്ടത്തിക്കോട് മണ്ഡലത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC സെക്രട്ടറി K അജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. പതികാലം മുതൽ കൊട്ടിക്കയറാൻ 11 മേള സംഘം. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചാരിമേള പരിശീലനം നടത്തിവന്ന 11 വിദ്യാർത്ഥികൾ ഞായറാഴ്ച അരങ്ങേറ്റം നടത്തും. ഉയരം കൊണ്ട് ശ്രദ്ധേയനായ പണിക്ക് വീട്ടിൽ കമറുദ്ദീൻ അന്തരിച്ചു. പാവറട്ടി പുതുമനശ്ശേരി സ്വദേശിയാണ്. 7 അടി 1 ഇഞ്ചായിരുന്നു കമറുദ്ദീന്റെ ഉയരം. അത്ഭുതദ്വീപ് ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഒല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഒല്ലൂരിലെ വില്ലേജ് ഓഫീസ് തൽസ്ഥാനത്ത് നിലനിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹിന്ദി പ്രചാര സഭ കഴിഞ്ഞ വർഷം നടത്തിയ സുഗമ ഹിന്ദി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ BRC അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നടത്തിയ ജില്ലാ മിലാദ് കോൺഫറൻസ് MP അബ്ദുൽ കരീം വെങ്കിടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. അമ്മാടം സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ ക്യാഷ് അവാർഡും പ്രതിഭാ പുരസ്കാരവും സമ്മാനിച്ചു. ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി. പൂക്കള മത്സരത്തിൽ 66 ഇനം പൂക്കൾ ഉപയോഗിച്ച് കളമിട്ട PS ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം 1ാം സ്ഥാനം കരസ്ഥമാക്കി. പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയിലെ വിശുദ്ധ മത്തായി സ്ലീഹായുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളായി ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം ഫാദർ ഡോക്ടർ പോൾ പുളിക്കൻ നിർവഹിച്ചു. നാലോണ നാളിൽ മോനോടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഓണക്കളി മത്സരം ആവേശമായി. ജില്ലയിലെ മികച്ച ഓണക്കളി ടീമുകളെ പങ്കെടുപ്പിച്ചാണ് മോനോടിയിലെ നടന കലാകായിക വേദി മത്സരം സംഘടിപ്പിച്ചത്. പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്ന് അംബേദ്കർ നഗറിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാഴ്ചെടികൾ വെട്ടിമാറ്റി പ്രദേശവാസിയുടെ വേറിട്ട പ്രതിഷേധം. പൊതുപ്രവർത്തകൻ മൂഞ്ഞാർ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പാഴ്ചെടികളും പൊന്തക്കാടുകളും വെട്ടിവൃത്തിയാക്കിയത്. എടത്തിരുത്തി സ്വദേശി മംഗലംപുള്ളി അബൂ താഹിറിന്റെ മകൾ 2 വയസ്സും 2 മാസവും പ്രായമുള്ള സെബ മറിയം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. പക്ഷിമൃഗാദികളുടെയും പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെയും വിവിധ രാജ്യങ്ങളുടെ പതാകകളും ശരീരത്തിലെ ഭാഗങ്ങളും വാഹനങ്ങൾ, കളറുകൾ തുടങ്ങിയവയുടെ ഫോട്ടോ ചെറുപ്രായത്തിൽ കണ്ട് തിരിച്ചറിഞ്ഞാണ് നേട്ടം കൈവരിച്ചത്.
ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സെക്കൻഡറി സ്കൂൾ അധ്യാപക സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാനൽ വിജയിച്ചു. പ്രവീൺ എം കുമാറിനെ പ്രസിഡന്റായും KV സുശീലിനെ വൈസ് പ്രസിഡന്റായും ഭരണസമിതി യോഗം തിരഞ്ഞെടുത്തു. ശ്രീനാരായണ ഗുരുജയന്തി സമാധി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ രാഗമാലിക സംഗീത ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗുരുദേവ ഗാന ആൽബം ഞായറാഴ്ച പ്രകാശനം ചെയ്യും. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം നിർവഹിക്കും. തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സപ്തദിന ക്യാമ്പ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദുർ ഉദ്ഘാടനം ചെയ്തു. മേള കലാകാരൻ പെരുവനം സതീശൻ മാരാരുടെ 60ാം പിറന്നാൾ വിപുലമായ പരിപാടികളോടെ ഞായറാഴ്ച ആഘോഷിക്കും. ചെയർപേഴ്സൺ ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്ന അനുമോദന സദസ്സ് സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേനകളിൽ പ്രവേശിക്കാൻ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കായി സൌജന്യ ക്ലാസ് സംഘടിപ്പിച്ചു. സമാപന യോഗം എരുമപ്പെട്ടി സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് ഡീക്കൻ സാൽവിൻ കണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 28ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരമായ ടാസ് നാടകോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. ഒക്ടോബർ 1 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6:30 തൃശൂർ ടൗൺ ഹാളിലാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. ശ്രീ പുഷ്പചക്ര ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ ദേശീയ സമ്മേളനത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. 3 ദിവസങ്ങളായി ശ്രീശങ്കര ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അമല ആശുപത്രിയിൽ വരുന്ന ക്യാൻസർ രോഗികളുടെ സൌകര്യാർത്ഥം കൂടുതൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പുങ്ങുന്നത്ത് ഡേ കെയർ ഓങ്കോളജി സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിന്റെ പൌരോഹിത്യ രജത ജൂബിലി ആഘോഷിച്ചു. അനുമോദന യോഗത്തിൽ ഫാദർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം വാടാനപ്പള്ളി ശാഖയുടെ ശ്രീനാരായണ കലോത്സവം ഓണസദ്യയും SNDP യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് CG രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഗുരുവായൂർ ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ ലോട്ടറി വിതരണം നിർത്തിവെക്കുന്നതിനെതിരായിരുന്നു സമരം. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച 4 നില ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കടവലൂർ പഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമി KFAയുടെ ആഭിമുഖ്യത്തിൽ കടവലൂർ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.